വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സുനന്ദ ശ്രീചിത്ര ഹോമിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സൂപ്രണ്ടിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അവിടെ പെൺകുട്ടികളുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ എത്തിയിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ അംഗം നേരിട്ടെത്തുകയാണല്ലോ, എന്താണ് അവിടെ നടക്കുന്നത് അലക്സ്? ഉന്മേഷ, ശ്രീചിത്ര ഹോമിലേക്ക് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സുനന്ദ എത്തിയിട്ടുണ്ട്. അവർ സൂപ്രണ്ട് വി ബിന്ദുവിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. കമ്മീഷൻ അംഗത്തോടൊപ്പം നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ചില BJP പ്രവർത്തകരാണ്. അവരും പ്രതിഷേധ സൂചകമായി സൂപ്രണ്ടിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്പം മുമ്പും സൂപ്രണ്ട് വിശദീകരിച്ചത്, ഈ കുട്ടികൾ, അതായത് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടേക്ക് എത്തിയ കുട്ടികളാണ് ഈ 3 പേർ. ഇവർ വീടുകളിൽ പോകണമെന്ന് നിരന്തരമായി വാശി പിടിക്കുന്നുണ്ടായിരുന്നു. CWCയിൽ അറിയിച്ചു. പക്ഷേ CWC തിരിച്ച് മറുപടി നൽകിയത് കുട്ടികൾ അങ്ങേയറ്റം ദാരിദ്ര്യാവസ്ഥയിലുള്ള കുട്ടികളാണ്. അവരെ വീട്ടിലേക്ക് ഇട്ടാൽ അവിടെ അവരെ പോറ്റുന്നതിനുള്ളൊരു മാർഗം അവരുടെ വീടുകളിലില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ തുടരണം എന്ന് CWC പറഞ്ഞു എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് അതിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കുട്ടികൾ നമ്മളോടക്കം പറഞ്ഞത് മുതിർന്ന കുട്ടികളിൽ നിന്നുണ്ടായ റാഗിംഗ്, അത്തരത്തിൽ പീഡനം, ദുസ്സഹമായ പീഡനം ഇവിടെ നിന്ന് അനുഭവിച്ചു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗുളികകൾ വാരി കഴിച്ചതെന്നാണ് അവർ പറയുന്നത്. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ സൂപ്രണ്ട് തന്നെ പറയുന്നത് 2 പാരസെറ്റമോള്, 2 വിറ്റാമിൻ ഗുളികകൾ മാത്രമാണ് അവർ കഴിച്ചതെന്ന് സൂപ്രണ്ട് ഇത് ലഘൂകരിക്കുന്നുണ്ട്. അത്ര വലിയ പ്രശ്നമാക്കാനുള്ള ഒരു കാര്യമാണോ എന്ന് സൂപ്രണ്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായി ശ്രീചിത്ര ഹോമിനെ സംബന്ധിച്ച് നേരത്തെ വലിയ പരാതികളൊന്നും ഉയർന്നിട്ടില്ല. അങ്ങേയറ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൽ പരാതി മുതിർന്ന കുട്ടികൾക്കെതിരെയാണ് ഉയർന്നത്. ഈ കുട്ടികൾ ഗുളിക കഴിച്ചു എന്നുള്ള കാര്യം സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട്. ഒരു ആത്മഹത്യാ ശ്രമം നടന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും താൻ മറ്റു ആരോഗ്യ വിവരങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചു എന്നും സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പോലീസിനെ മാത്രം അറിയിച്ചിരുന്നില്ല എന്ന് അവർ 24 നേരത്തെ വ്യക്തമാക്കി. കാരണം മെഡിക്കൽ കോളേജിൽ കുട്ടികളെ പ്രവേശിപ്പിച്ചാൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്വാഭാവികമായി കേസെടുക്കുമെന്നാണ് അവർ പറയുന്നത്. കുട്ടികൾ എന്താണെങ്കിലും ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. 3 കുട്ടികളെയും ഇന്നലെ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും SATയിലും പ്രവേശിപ്പിച്ച് അവർക്ക് വേണ്ട ചികിത്സയും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. അവരുടെ വയറ് കഴുകി ഉള്ള ചികിത്സയും മറ്റുമൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. പക്ഷേ ഈ സംഭവം ശ്രീചിത്ര ഹോം എടുക്കുന്നത് അങ്ങേയറ്റം ലാഘവത്തോടെയാണ്. അതായത് ഒരു പ്രശ്നമുണ്ടായി. ചില കുട്ടികൾ ഇവരെ കളിയാക്കിയെന്ന് പറയുന്നു. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇവരെ കളിയാക്കി, മറ്റു 2 കുട്ടികളെ കളിയാക്കിയെന്ന് പറയുന്നു. ഒടുവിൽ ഈ 3 കുട്ടികളും ചേർന്നാണ് ഈ ഗുളിക വിഴുങ്ങി എന്നും സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട്. ഇത്ര ലാഘവത്തോടുകൂടിയാണോ ഇത് കാണേണ്ടതെന്ന് പറയുമ്പോൾ അല്ല, ലാഘവത്തോടുകൂടിയല്ല അത് കണ്ടത്. താൻ അപ്പോൾ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യം അത് അത്ര വലിയ കാര്യമായി ഇങ്ങനെ പർവ്വതീകരിക്കേണ്ടതില്ല എന്നാണ് സൂപ്രണ്ടിന്റെ നിലപാട്. എന്താണെങ്കിലും ബാലാവകാശ കമ്മീഷൻ അംഗം എത്തി അഡ്വക്കേറ്റ് സുനന്ദ എത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അലക്സ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇപ്പോൾ പോലീസിലേക്ക് വിവരങ്ങൾ കൈമാറുക, അത്തരത്തിലൊരു നീക്കം ഇതിനോടകം നടന്നിട്ടുണ്ടോ? ഉന്മേഷ, പോലീസിൽ സ്വാഭാവികമായി അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസിന് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇനിയും അവർക്കൊരു അറിയിപ്പ് ലഭിച്ചതായി SI ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല. ആ വിഷയം പരിശോധിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്താണെങ്കിലും മെഡിക്കൽ കോളേജ് പോലീസ് സ്വാഭാവികമായി ഈ കേസിൽ ഇടപെടുകയും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യും. കുട്ടികളോട് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. കുട്ടികൾ മെഡിക്കൽ കോളേജിൽ 2 കുട്ടികൾ 14ാം വാർഡിലാണ് അവർ ചികിത്സയിലുള്ളത്. അവർ ഈ വയറ് കഴുകുന്ന നടപടികളടക്കം പൂർത്തിയാക്കുന്നത് ഈ ട്യൂബും മറ്റുമൊക്കെ മൂക്കിലൂടെയൊക്കെ ഇട്ടാണ്. അങ്ങനെയാണ് അവർ ബെഡുകളിൽ കഴിയുന്നത്. ആശുപത്രിയിലും അവർ വീടുകളിലേക്ക് പോകണം, മാതാപിതാക്കളെ കാണണമെന്ന് നിർബന്ധം വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂട്ടിരിപ്പുകാരാണ് ഈ വിവരം നമ്മളെ അറിയിക്കുന്നതും നമ്മൾ ഈ കുട്ടികളെ ബന്ധപ്പെട്ട് കുട്ടികളോട് സംസാരിക്കുന്നതും. കുട്ടികൾ ആ ഘട്ടത്തിലാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഇവിടെ മുതിർന്ന കുട്ടികളുടെ ഭാഗത്തു നിന്ന് റാഗിംഗ് ഉണ്ട്, ഈ ടോയ്ലറ്റ് അടക്കം ഇവരെ കൊണ്ട് കഴുകിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ കുട്ടികൾ നമ്മളോട് പറയുന്നത്. അതിനെ തുടർന്നാണ് ആ മനോവിഷമത്തിലാണ് ഇത്തരത്തിൽ ഈ ശ്രമം നടത്തിയത്, ഈ ആത്മഹത്യാ ശ്രമം നടത്തിയത്, ഗുളികകൾ വാരി കഴിച്ചതെന്നാണ് കുട്ടികൾ പറഞ്ഞത്. എന്താണെങ്കിലും അതിലൊരു അന്വേഷണം വേണം, സമഗ്രമായ അന്വേഷണം വേണം. ബാലാവകാശ കമ്മീഷൻ അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ശരി അലക്സ്, ഏതായാലും ബാലാവകാശ കമ്മീഷൻ അംഗം ഇപ്പോൾ ശ്രീചിത്ര ഹോമിൽ നേരിട്ടെത്തി വിവരങ്ങൾ തേടുകയാണ്. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ